പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് കത്തോലിക്ക സഭ പാതുവായിലെ വിശുദ്ധ അന്തോണീസിൻ്റെ ഓർമ്മ തിരുനാൾ ആഘോഷിക്കുന്നു. പോർച്ചുഗലിലെ ലിസ്ബൺ പട്ടണത്തിൽ മാർട്ടിൻ ത്രേസ്യ ദമ്പതികളുടെ പുത്രനായിട്ട് 1195 ഓഗസ്റ്റ് 15 ജനിച്ചു. കുലീന കുടുംബത്തിലെ അംഗമായ അന്തോണിയുടെ പിതാവ് കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു. ഫെർണാണ്ടോ എന്ന പേരിലാണ് അന്തോണി അറിയപ്പെട്ടിരുന്നത്. അമ്മ നന്നേ ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന് അന്തോണിയെ സമർപ്പിച്ചിരുന്നു. എന്തെങ്കിലും കാര്യത്തിന് ഫെർണാണ്ടോ കരയുമ്പോൾ മാതാവിൻ്റെ സ്വരൂപം കാണിച്ചാൽ അവൻ കരച്ചിൽ നിർത്തും. വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ ആ ബാലൻ വേഗം സ്വന്തമാക്കി. സ്കൂളിൽ വച്ച് ചരിത്രവും ശാസ്ത്രവും കൂടാതെ മതവിഷയങ്ങളും ഫെർണാണ്ടോ പഠിച്ചു. ബുദ്ധിശാലിയായ അവന് നല്ല ഓർമ്മശക്തിയും ഉണ്ടായിരുന്നു. അൾത്താര ബാലനായി ശുശ്രൂഷ ചെയ്തതിനാൽ വിശ്വാസത്തിൽ കൂടുതലായി ആഴപ്പെടാൻ ഫെർണാണ്ടോയ്ക്ക് സാധിച്ചു. ദൈവവിളിയുടെ ഭാഗമായി ഫെർണാണ്ടോ അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ ചേരാൻ ആഗ്രഹിച്ചു. 1210 സെൻറ്റ് വിൻസെൻ്റ് ആശ്രമത്തിൽ ചേർന്നു. പിന്നീട് പോർച്ചുഗലിലെ കോയിംബ്ര എന്ന സ്ഥലത്തേക്ക് മാറ്റം കിട്ടി. രക്തസാക്ഷിയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഫെർണാണ്ടോ ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ ചേർന്നു. പട്ടം സ്വീകരിച്ച് അല്പകാലം കഴിഞ്ഞപ്പോൾ കോയിംബ്രയിൽ 5 ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ രക്തസാക്ഷിത്വം ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വല്ലാതെ മഥിച്ചു. രക്തസാക്ഷിയാകണമെന്ന ആഗ്രഹത്തോടുകൂടി ഇദ്ദേഹം 1220 ഫ്രാൻസിസ്കൻ സമൂഹത്തിൽ ചേർന്നു. എങ്കിലും ദൈവശാസ്ത്ര പണ്ഡിതൻ എന്ന നിലയിൽ ബൊളോഞ്ഞ, മോണ്ട്വെലിയർ, പാദുവ തുടങ്ങിയ വിദ്യാപീഠങ്ങളിൽ ഇദ്ദേഹം സേവനമനുഷ്ഠിക്കുകയാണ് ഉണ്ടായത്. ആ നിലയിൽ ഇറ്റലിയിൽ ഇദ്ദേഹം പ്രസിദ്ധനായി തീർന്നു. വചന പ്രഘോഷണത്തിൽ വളരെ സാമർഥ്യമുള്ള ആളായിരുന്നു അന്തോണീസ്. വിശുദ്ധ ഫ്രാൻസിസ് അന്തോണിയെ ഇതിനാൽ അഭിനന്ദിച്ചിട്ടുള്ളത്. വിവിധ ഭാഷകളിൽ അന്തോണി പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. പാദുവ നഗരത്തിൻ്റെ നാമത്തോട് ചേർന്നാണ് അന്തോണീസ് അറിയപ്പെടുന്നത്. 1230 കാലത്താണ് അന്തോണി പാദുവയിലെത്തുന്നത്. പാവങ്ങളുടെ പടയാളി എന്നാണ് അദ്ദേഹം അവിടെ അറിയപ്പെടുന്നത്. കാരണം ദരിദ്രരെ ചൂഷണം ചെയ്യുന്നവരെ അദ്ദേഹം കുറ്റപ്പെടുത്തുകയും സാമ്പത്തികമായ അനീതി നടത്തുന്നവരെ വിമർശിക്കുകയും ചെയ്തു. മാത്രവുമല്ല, ഒത്തിരി അത്ഭുതങ്ങൾ അവിടെ പ്രവർത്തിക്കുകയും ചെയ്തു. ഫ്രാൻസിസ്കൻ സമൂഹത്തിൻ്റെ മേധാവിയായിരുന്ന ഏലിയാസ് അക്കാലത്ത് ആവിഷ്കരിച്ച വ്രതകാഠിന്യം കുറയ്ക്കുന്ന പരിഷ്കാരങ്ങൾക്കെതിരെ ശക്തമായി ഇദ്ദേഹം നിലകൊണ്ടു. 1231 13-ാം ദിവസം 36 വയസ്സായപ്പോൾ പാദുവയ്ക്ക് അടുത്തുള്ള അറസെല്ല എന്ന സന്യാസി മഠത്തിൽ വെച്ച് ഇദ്ദേഹം നിര്യാതനായി. അതിനെ തുടർന്ന് പാദുവയിലെ വിശുദ്ധ അന്തോണീസ് എന്ന അദ്ദേഹം അറിയപ്പെട്ടു. അടുത്ത വർഷം ഗ്രിഗറി 9 മാർപ്പാപ്പ ഇദ്ദേഹത്തെ പുണ്യവാളനായി അംഗീകരിച്ചു. ജനുവരി 13 ഇദ്ദേഹത്തിൻ്റെ പെരുന്നാളായി ആചരിച്ചു വരുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലെ ആത്മീയ മൂല്യങ്ങൾ പരിഗണിച്ച് 1946 ജനുവരി 16 പോപ്പിയോസ് 13 അന്തോണിയെ ഡോക്ടർ ഓഫ് ദി ചർച്ച് ആയി പ്രഖ്യാപിക്കുകയും തിരുസഭ പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തോട് പ്രാർത്ഥിച്ചാൽ നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരികെ ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. പാവപ്പെട്ടവരുടെ പുണ്യവാളനായും ഇദ്ദേഹം അറിയപ്പെടുന്നു.